പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ വരയ്ക്കാം, അത് ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാം, അതാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് വെച്ചിട്ടുള്ള ഒരു ഫോർമാറ്റാണ് പറയുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് നമുക്കറിയാം, ഒരു അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ. പക്ഷേ എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമാകുമ്പോൾ ഒരു അക്കൗണ്ടിന് പകരം 2 അക്കൗണ്ട് ആയിട്ടായിരിക്കും വരയ്ക്കാം. ഓക്കെ, ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും കറണ്ട് അക്കൗണ്ട് എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, 2ആയിട്ട് അപ്പുറം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ സെപ്പറേറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം. ഓക്കെ, അങ്ങനെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അത് സോൾവ് ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് ഫോർമാറ്റൊക്കെ നോക്കുക. ടി ഷേപ്പിൽ അക്കൗണ്ട് വരയ്ക്കുക, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് JF എമൗണ്ട്, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് JF എമൗണ്ട് കാണിക്കുക, ക്രെഡിറ്റ് കാണിക്കുക, ഡെബിറ്റ് കാണിക്കുക. ഇനി ഏത് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണോ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് പാർട്ട്നേഴ്സ്, ഇപ്പോൾ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളെങ്കിൽ ഏത് ക്യാപിറ്റൽ അക്കൗണ്ടിന് ഹെഡിങ് കൊടുക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, അക്കൗണ്ടിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാണിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ലോവർ ലെവലിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ വരും, ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരും, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും വരും. എന്തൊക്കെയാണ് ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും എവിടെ വരും, ഡെബിറ്റ് സൈഡിൽ വരും. അതിന് പുറമെ എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അത് എവിടെ കാണിക്കണം, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. കാരണം മനസ്സിലായോ, ക്രെഡിറ്റ് സൈഡിൽ ആകെ മാക്സിമം വരാൻ സാധ്യതയുള്ള 3 ഐറ്റംസേ ഉള്ളൂ, ക്രെഡിറ്റ് സൈഡിലല്ല ഡെബിറ്റ് സൈഡിൽ. ഓക്കെ, പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരാൻ സാധ്യതയുള്ള 3 ഐറ്റംസ് ആണ് ഇതൊക്കെ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇനി ലോസ് ആണെങ്കിൽ, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കാം. ഓക്കെ, ലോസ് ആണെങ്കിൽ അത് എവിടെ കാണിക്കണം, ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ലോസ് അവിടെ കാണിക്കണം. ഈ 3 ഐറ്റംസ് ആണ് എവിടെ കാണിക്കേണ്ടതുള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടതുള്ളൂ. ഇനി ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടത്, ഒരു പാർട്ട്ണർക്ക് എന്തൊക്കെ അയാൾക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ എവിടെ കാണിക്കണം, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾറെഡി ഉള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ അവരുടെ ബാലൻസ് ഉണ്ടാവും. ആ ബാലൻസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ഇവിടെ ആദ്യം കാണിക്കേണ്ടത്. ബാലൻസ് B/D എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ, ബാലൻസ് B/D എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. then അടുത്തത് അയാൾ എന്തെങ്കിലും വേറെ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് വേണം കാണിക്കാം. ഓക്കെ, ഫ്രഷ് ക്യാപിറ്റലിന് പുതിയതായിട്ട് അയാൾ എന്തെങ്കിലും ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ബാങ്ക് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ക്യാഷ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, രണ്ടും ശരിയാണ്. പിന്നെ അയാൾക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ സാലറി എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. then അടുത്തത് അയാൾക്ക് ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. then പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അതെന്തായിരിക്കും അവിടെ വരിക, പ്രോഫിറ്റ് ആയിരിക്കും വരിക. ഓക്കെ, ലോസ് നമ്മൾ എവിടെ കാണിക്കണം എന്ന് പറഞ്ഞത്, ഡെബിറ്റിൽ കാണിക്കണം എന്ന് പറഞ്ഞു. പ്രോഫിറ്റ് ആണെങ്കിൽ എവിടെ കാണിക്കണം, ക്രെഡിറ്റിൽ കാണിക്കാം. ഓക്കെ, ഇത്രയും ഐറ്റംസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഡെബിറ്റ് സൈഡിൽ 3 ഐറ്റമാണ്, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പിന്നെ ലോസ് ഉണ്ടെങ്കിൽ അത് കാണിക്കാം. ഓക്കെ, പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമുക്ക് കാണിക്കാം. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ കേട്ടോ, ഇത് ലാസ്റ്റ് പറയാം. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് B/D എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. പുതിയ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ഫ്രഷ് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കാം. സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നിട്ട് കാണിക്കാം. ഓക്കെ, ഇത്ര ഐറ്റംസ് പഠിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ബാലൻസ് ചെയ്യുക, ബാലൻസ് 2 സൈഡും ബാലൻസ് ചെയ്യുക. ഏത് സൈഡാണ് കൂടുതൽ നോക്കുക, കുറവുള്ളിടത്ത് എന്ത് ചെയ്യുക, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇതാണ് കുറവുള്ളിടത്ത് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാനാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഫോർമാറ്റ് നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്കാണ്ട് പകർത്തി വരയ്ക്കുക. ഓക്കെ, ആൻസർ ഷീറ്റിലേക്ക് എന്ത് ചെയ്യുക, അതങ്ങ് പകർത്തി വയ്ക്കുക. ഓക്കെ, പകർത്തി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു പാർട്ട്ണറുടെ അക്കൗണ്ട് മാത്രമാവില്ല ചിലപ്പോൾ വരയ്ക്കാൻ പറയാം. നമുക്കറിയാം പാർട്ട്ണർഷിപ്പിൽ മിനിമം 2 ആളെങ്കിലും വേണം. മിനിമം 2 ആളുണ്ടെങ്കിലാണ് അവിടെ പാർട്ട്ണർഷിപ്പായിട്ട് പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരാളുടെ അക്കൗണ്ട് മാത്രമായിരിക്കും, ഒരാളുടെ ഡീറ്റെയിൽസ് മാത്രമാവും തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു എമൗണ്ട് കോളം മാത്രം മതി. ഇനി ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ എമൗണ്ട് കോളത്തിൽ അതിനനുസരിച്ച് വ്യത്യാസം വരുത്തണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റിന് 2 പാർട്ട്ണറുടെ കാര്യം പറയുന്നുണ്ട്. ഡേവിഡിൻ്റെയും പറയുന്നുണ്ട്, കേശവിൻ്റെയും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന ഫോർമാറ്റ് നോക്ക്, ഒരു എമൗണ്ട് കോളം അല്ലല്ലോ ഉള്ളത്, 2 എമൗണ്ട് കോളം ഉണ്ട്. ഈ രീതിയിൽ വേണം
നിങ്ങൾ എന്ത് ചെയ്യാൻ എമൗണ്ട് കോളം കാണിക്കാൻ. ഒരാളുടെ ഉള്ളുവെങ്കിൽ ഒരു എമൗണ്ട് കോളം കാണിച്ചാൽ മതി. പിന്നെ ഒന്നിലധികം ആൾക്കാർ ഇപ്പോൾ 3 പേരൊക്കെ ഉണ്ടെങ്കിൽ 3 എമൗണ്ട് കോളം കാണിക്കണം, രണ്ട് സൈഡിലും കേട്ടോ. ഡെബിറ്റിലും ക്രെഡിറ്റിലും 3 എമൗണ്ട് കോളം, 2 പേരുള്ളെങ്കിൽ 2 എമൗണ്ട് കോളം രണ്ടിടത്തും കാണിക്കാം. ഓക്കെ. എന്നിട്ട് ഈ ഒരു സ്ട്രക്ചർ വരച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ക്രെഡിറ്റ് സൈഡിൽ ആദ്യം ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യുക? ഡ്രോയിങ്സ് കാണിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ലോസ് ഫോർമാറ്റ് എഴുതി വയ്ക്കുക. അതാണ് എമൗണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താണോ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് അത് ആദ്യം നോക്കുക. നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫോർമാറ്റ് അങ്ങോട്ട് വരച്ചിട്ട് നമ്മുടെ ഫോർമാറ്റ് നമുക്കറിയാലോ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരാൻ സാധ്യത ഉള്ളതെന്ന്, അത് അങ്ങോട്ട് എഴുതി വയ്ക്കുക. അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതി? ഡ്രോയിങ്സ് എഴുതി, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതി, പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഷെയർ ഓഫ് ലോസ് എഴുതി. ഓക്കെ. ദെൻ എമൗണ്ട് ഇപ്പോൾ എഴുതണ്ട കേട്ടോ. ദെൻ അടുത്തത് ഇവിടെ എന്ത് എഴുതാം? ബാലൻസ് ബി ബാർ ഡി എഴുതുക. ദെൻ ക്യാഷ് ഓർ ബാങ്ക് എഴുതുക. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എത്ര ഐറ്റംസ് അല്ലേ ഉള്ളൂ അത് എഴുതി വയ്ക്കുക. ഓക്കെ. ഈ ഒരു ഫോർമാറ്റ് നമ്മൾ പഠിച്ച ഫോർമാറ്റ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പഠിച്ച ഫോർമാറ്റ്, അത് അതേപോലെ അങ്ങോട്ട് എന്ത് ചെയ്യുക? എഴുതി വയ്ക്കുക. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിലേക്ക് കിടക്കുക. ഓക്കെ. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം എന്താണ്? David and Keshav are partners in a firm sharing profits and losses in the ratio of 2:1. Their capitals were 150,000 and 1 lakh. അവരുടെ ക്യാപിറ്റൽസ് ഓൾറെഡി ഉള്ളതാണെന്ന് മനസ്സിലായിക്കൂടെ വായിച്ചു കഴിഞ്ഞാൽ? ആ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇതിൽ കാണിക്കണം. ഇവിടെ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ടാവും? ബാലൻസ് ബ്രോഡ് ആണെന്ന് എഴുതിയിട്ടുണ്ടാവും, അവിടേക്ക് കാണിക്കണം. ഓക്കെ. then അടുത്തത് ദ പ്രോഫിറ്റ്സ് ഡ്യൂറിങ് ദ ഇയർ വേർ ₹60,000. പ്രോഫിറ്റ് 60,000 ആണ്. ഓക്കെ. രണ്ടുപേരും കൂടെയുള്ള പ്രോഫിറ്റാണ് 60,000 തന്നിട്ടുള്ളത്. പ്രോഫിറ്റ് എവിടെയാണ് കാണിച്ചിട്ടുള്ളത്? നമ്മളിവിടെ ഫോർമാറ്റ് എഴുതി വെച്ചപ്പോൾ എവിടെ എഴുതിയിട്ടുണ്ടാവും? ഇത് അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ. അവിടേക്കാണ് ഈ ഒരു 60,000 പ്രോഫിറ്റ് കാണിക്കേണ്ടത്. ഈ 60,000 എന്ന് പറയുന്നത് രണ്ടുപേരും പ്രോഫിറ്റാണ്. ആ രണ്ടുപേര് പ്രോഫിറ്റ് എന്ത് ചെയ്യണം? രണ്ടുപേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക? അതിനാണ് ഇവിടെ എന്ത് തന്നിട്ടുള്ളത്? 2:1 തന്നിട്ടുള്ളത്. ഇനി റേഷ്യോ ഒന്നും പറയുന്നില്ലെങ്കിൽ രണ്ടുപേർക്കും ഈക്വൽ അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ആ രീതിയിൽ ചെയ്യാം. ഇനി അക്കോർഡിംഗ് ടു പാർട്ണർഷിപ്പ് ഡീൽ ബോത്ത് പാർട്ട്നേഴ്സ് ആർ അലൗഡ് സാലറി 1,500 പെർ മന്ത് എന്നാണ് പറയുന്നത്. കേട്ടോ. എന്താണ്? രണ്ട് പാർട്ട്നേഴ്സിന് 1,500 രൂപ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കുന്നുണ്ടെന്നാണ്. ഡീഡ് പ്രകാരം സാലറി കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ഡേവിഡിന് 1,500 മാസം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മളിവിടെ സാലറി എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ആ സാലറിയിലെ ഡേവിഡിൻ്റെ എമൗണ്ട് കോളത്തിൽ എന്ത് ചെയ്യുക? 1,500 പെർ മന്ത് എന്നാണ്. നമ്മളൊരു വർഷത്തേക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1,500 ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1,500 പെർ മന്തിന് എന്താക്കി മാറ്റുക? ഇയറിലേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു 12 ചെയ്യാം. ആ എമൗണ്ട് ഇവിടെ എഴുതി വയ്ക്കുക. അതേപോലെ ഡേവിഡിൻ്റെ 1,000 പെർ മന്ത് ടു കേശവ്, ഡേവിഡ് അല്ല, 1,000 പെർ മന്ത് ടു കേശവ് എന്ന് പറയുന്നുണ്ട്. അതും സാലറി തന്നെയാണല്ലോ. അപ്പോൾ സാലറീൻ്റെ നേരെ ഇവിടെ ഡേവിഡിൻ്റെ എഴുതിയിട്ടുണ്ടാവും, അപ്പുറത്ത് എന്ത് എഴുതുക? കേശവിൻ്റെ എമൗണ്ട് കോളത്തിൽ 1,000 പെർ മന്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ 1,000 പെർ മന്തിന് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യുക. 1,000 × 12 ചെയ്യാം. ഓക്കെ. ഇതിന് അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവുക? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% എന്നാണ് പറയുന്നത്. 8% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ശതമാനത്തിന് നമുക്ക് എമൗണ്ട് കൺവേർട്ട് ചെയ്യണ്ടേ? എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ആണ് പറയുന്നത്. ക്യാപിറ്റൽ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ബാലൻസ് ബ്രോ ഡൗണിൽ. അതിൻ്റെ മുകളിലാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? 8% കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ രണ്ടുപേർക്കും എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ 8% എഴുതി വയ്ക്കാം. ഇനി ഡ്രോയിങ്സ് 10,000 ഡേവിഡിനും 8,000 കേശവനും. അത് പെർ മന്ത് അങ്ങനെയൊന്നും പറയുന്നില്ല. ഡ്രോയിങ്സ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഡേവിഡിൻ്റെ താഴെ അയാളുടെ എമൗണ്ട് എഴുതുക, കേശവിൻ്റെ എമൗണ്ട് എഴുതി വയ്ക്കുക. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക, അതിന് നേരെ എമൗണ്ട് എഴുതി വയ്ക്കുക. ഓക്കെ. വേറെ ഒന്നും പറയുന്നില്ല. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറ്റുന്നത്. ഓക്കെ. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ എഴുതാൻ ബ്ലാങ്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മളെന്താ ഏതെങ്കിലും ഇപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ട്. ഓക്കെ. ഇവിടെ ഷെയർ ഓഫ് ലോസ് ആണ് വരിക. നമുക്കിവിടെ അതിന് എമൗണ്ട് വന്നിട്ടില്ല, അപ്പോൾ ജസ്റ്റ് അതുകൊണ്ട് വിട്ടിട്ട് കൊടുക്കുക. ഓക്കെ. ബാക്കി വേറെ ഏതെങ്കിലും എഴുതാൻ ഇവിടെ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ആ ബാങ്കിൽ നമ്മൾ എമൗണ്ട് എഴുതിയിട്ടില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് വിട്ടിട്ട് കൊടുക്കുക. ഓക്കെ. എഴുതാത്തത് ആ ഫോർമാറ്റിൽ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഇല്ലാത്ത എമൗണ്ട് എഴുതാത്ത വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് വിട്ടിടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക. ഓക്കെ. ഡേവിഡിൻ്റെ രണ്ട് സൈഡും കൂട്ടി നോക്കുക. ഏത് സൈഡാണോ കൂടുതലുള്ളത് അത് രണ്ടിടത്ത് കാണിക്കുക. എവിടെയാണോ കുറവുള്ളത് ആ കുറവുള്ളത് ബാലൻസ് ക്യാരിഡ് ആവണം എന്നിട്ട് എഴുതുക. അതേപോലെ തന്നെ കേശവിൻ്റെ രണ്ടിടത്തും കൂട്ടി നോക്കുക. എവിടെയാണോ കുറവുള്ളത് അതിനനുസരിച്ച് ബാലൻസ് ക്യാരിഡ് ആവണം എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ. അപ്പോൾ
ഇത്തരത്തിൽ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ആ ഫോർമാറ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാനുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ആ ഫോർമാറ്റും അതേപോലെ അങ്ങോട്ട് വരച്ച് വയ്ക്കുക. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, എമൗണ്ട് കോളം നോക്കണം. എത്ര പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് അത്രയും എമൗണ്ട് കോളം ഇട്ടിട്ട് വേണം ആ സ്ട്രക്ചർ വരയ്ക്കാൻ, ഫോർമാറ്റ് വരയ്ക്കാൻ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഡെബിറ്റ് സൈഡിലുള്ള 3 ഐറ്റംസ് എഴുതി വയ്ക്കുക, ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് എഴുതി വയ്ക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓരോന്നിനും നേരെ എന്ത് ചെയ്യുക, അതിൻ്റെ എമൗണ്ട് എഴുതി വയ്ക്കുക. ഓക്കെ, ഈ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ. ഒട്ടും അറിയാത്തവരുടെ കേസിലാണ് ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഓൾറെഡി ഇതൊക്കെ സെറ്റായിട്ടിരിക്കുന്നവരുണ്ടാകും, അവരിതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ ഫോളോ ചെയ്യുന്നത് അത് അതേപോലെ അങ്ങ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് നന്നായി. ഇത് മാർക്ക് 6 മാർക്കിനൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാനൊക്കെ. അപ്പോൾ അത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ഫോർമാറ്റൊക്കെ വരച്ച് പഠിച്ച് വരച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ഉണ്ടാവും. ഓക്കെ, ഇനി ഇത് തിയറി ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാം. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്, അതൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനൊക്കെ 2 മാർക്കിനൊക്കെ ചോദ്യം വരാം. ആ രീതിയിലൊക്കെ വരികയാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാനും പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്ക് 5 മാർക്ക് 4 മാർക്ക് എത്രയാച്ചാൽ മാർക്ക് അത് കിട്ടുന്നുള്ള അത് ഉറപ്പാണ് അല്ലേ. അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത ഈ ചാപ്റ്ററിലെ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.